അത്യാവശ്യം റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മളൊന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും രാത്രി 10 മണിയായി. ഇനി നമുക്ക് അടുത്തുള്ളൊരു നമ്മൾ വന്ന സമയത്ത് നമ്മളൊരു റൈറ്റ് സൈഡ് നമ്മളൊരു ഗ്രാമം കണ്ടില്ലേ, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇട്ടൊന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് ആ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. നമ്മൾ വരുന്ന വഴിയിലായതുകൊണ്ട് ഏതാണ്ട് 200 മൈൽ അത്രയും ഉള്ളത് തോന്നുന്നു. അതിൻ്റെ ഹാഫോളം അങ്ങനെ ഉള്ളൂ നമുക്ക് പോകാനുള്ള ദൂരം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. സ്റ്റോൺ എന്ന് പറയുന്നത് വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല, നമുക്ക് മാപ്പിൽ കാണാം. നമ്മുടെ ആദ്യത്തെ നൈറ്റ് ഡ്രൈവാണ് ഇത് കിട്ടിയത് നമുക്ക്. എന്തായാലും വണ്ടിക്ക് അത്യാവശ്യം വെളിച്ചമുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാം ഈ ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ട്രാക്ടറാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കൊണ്ടിരിപ്പുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ഉണ്ടാവും അവന്മാർ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലാണ്, ഇൻഡിക്കേറ്റർ പോലും ഇടാതാണ് തിരിച്ചത് എത്രയും പെട്ടെന്ന്. നമ്മുടെ സഡൻ ആക്ഷൻ കാരണം നമ്മൾ ബ്രേക്ക് ഇട്ടുകൊണ്ട് നമുക്കധികം പരിക്കുകളോ അല്ലെങ്കിൽ വണ്ടിക്ക് അധികം പരിക്കുകളൊന്നും പറ്റാതെ നമ്മൾ രക്ഷപ്പെട്ടു. വണ്ടിയിൽ അത്യാവശ്യം ചെളിയും കാര്യങ്ങളെല്ലാം പിന്നെ ആയിട്ടുണ്ട്. കാരണം ഓഫ് റോഡും കാര്യങ്ങളും അധികം ലോഡും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുമ്പോഴത്തേനും ട്രിപ്പും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാകുമ്പോഴത്തേനും വണ്ടിയുടെ സ്ഥിതി ഇതേപോലെ തന്നെയാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് വീണ്ടും തുരുമ്പിലേക്ക് നയിക്കും. കാരണം പഴയ ഒരു വിൻറ്റേജ് കാറാണല്ലോ നമ്മുടെ, അതുകൊണ്ട് നമ്മളത് എപ്പോഴും മെയിൻറ്റെയിൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നമാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത്. എപ്പോഴും പൈൻ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റുപാടൊക്കെ പലതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് അടുത്ത് കയറി അധികം ദൂരമില്ല ആ ഒരു ഗ്രാമത്തിലേക്ക്. രാത്രി 11 മണി ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആരും റോഡിലെങ്ങുമില്ല. വളരെ നിശബ്ദമായ സ്ഥലമാണ്. ചീവീടിൻ്റെ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. У кого-нибудь есть 10-13? ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വീടിൻ്റെ ആകൃതിയിൽ കാണുന്നില്ലേ, അത് നമുക്കൊരു പ്രോപ്പർട്ടിയാണ്. എല്ലാ ഗ്രാമങ്ങളിലും അതേപോലെ സിറ്റികളിലും ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കാണും. കാരണം എന്തെങ്കിലും നമുക്ക് സ്ഥലങ്ങൾ വാങ്ങാനോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന റെഡ് സോണുകൾ കാണുന്നില്ലേ, അവിടെ നമുക്ക് അപ്പാർട്ട്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ നമുക്ക് വാങ്ങുകയോ അത് ലീസിന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഉള്ള കുറച്ച് ആക്ടിവിറ്റീസുകളോടെ ഇതിനകത്തുണ്ട്. ഈ ഒരു കോട്ടേജിൻ്റെ പ്രൈസ് വരുന്നത് 15,000 റൂബിൾസ് ആണ്. നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ നമുക്കൊരു 400 റൂബിൾസ് നമുക്ക് കിട്ടും. നമുക്ക് വാങ്ങിയതിന് ശേഷം നമുക്കത് റെൻറ്റിന് കൊടുക്കാം. അങ്ങനത്തെ ഉള്ളൊരു ഫെസിലിറ്റി നമുക്ക് വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല പല വിലകളാണ്.
അപ്പം ഈ ഒരു ഗ്രാമമായതുകൊണ്ടാണ് അതിന് നമുക്ക് 15,000 റൂബിൾസിന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്തില്ലേ നമ്മുടെ കാർഗോ, അതേപോലെ ഒരു ലോഡിങ് ഏരിയ ഇവിടെ ഉണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്ത് ഈഗർ എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഒരു സുഹൃത്ത് ഈ ഗ്രാമത്തിലുണ്ട്. അപ്പം ആ പുള്ളിക്കാരൻ എന്തോ ഒരു ഹെൽപ്പ് വേണം. ഇവിടുന്ന് കുറച്ച് തിങ്സ് പുള്ളി മൂവ് ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്കെന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലമുള്ളത്, അധികം ദൂരമൊന്നുമില്ല. എല്ലാ ഗ്രാമത്തിലും നമുക്ക് ഫ്രണ്ട്സുള്ളത് നല്ലതല്ലേ. ഫ്രണ്ട് ഈഗറിൻ്റെ ഒറ്റ സുഹൃത്തായ നൻപൻ സെർച്ച് നമ്മുടെ കൂടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ തിങ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തപ്പോഴത്തേന് പാരാത്രി ആയിപ്പോയി. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മളെന്തോ ഭാഗ്യത്തിന് നമ്മൾ ഈ അടുത്ത ലൊക്കേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റി. പിന്നെ പുള്ളി താമസിക്കാൻ പോകുന്നത് ഇനി സൗത്ത് സിറ്റിയിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളുള്ളൊരു സിറ്റിയാണ്. അതുകൊണ്ട് പുള്ളി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി അവിടേക്ക് മൂവ് ചെയ്യാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഇനി സിറ്റിയിലേക്ക് മൂവ് ചെയ്യാണ്. പുള്ളി പറയുന്നത് റൂറൽ ലൈഫ് മടുത്തു എന്നാണ്. ഇനി തിരക്കിട്ട നഗരങ്ങളിലേക്കുള്ള ജീവിതമാണ് പുള്ളിയുടെ. നമുക്കെന്തായാലും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിനെ ഒന്ന് സഹായിക്കാം. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് രാത്രിയിലാണ്, കണ്ടില്ലേ? രാത്രിയിൽ അധികം ശ്രദ്ധിക്കാതെ വന്ന ആൾക്കാരാണ്. കഴിവതും രാത്രി യാത്രകൾ ഒഴിവാക്കുക എന്നാണ് ഏറ്റവും പരമപ്രധാനം. സൈഡിൽ നല്ല മനോഹരമായ ഒരു സൂര്യകാന്തി തോട്ടമുണ്ട് കേട്ടോ. അത് നല്ല ഒരു പാടമാണ്. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയോട് ചേർന്നുള്ള ഒരു അതിമനോഹരമായ ഒരു പാടം ഇത് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ കഴിഞ്ഞ് പോയതാണ് നമ്മുടെ മെയിൻ സിറ്റി. നമ്മളെപ്പോഴും ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ള ഒരു സിറ്റിയാണ്. നമ്മുടെ സിറ്റി കഴിഞ്ഞ് ഉടനെയും അടുത്ത ഒരു സൂര്യകാന്തിപ്പാടം നമുക്ക് വലത് സൈഡിൽ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും പാസ് അടിച്ച് നോക്കാം. കാരണം ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പിട്ട് നമുക്കൊന്ന് പാസ് അടിച്ച് നോക്കുന്നത് നല്ല കാര്യം. കാരണം മുന്നിൽ പോകുന്ന വാഹനത്തെ നമ്മൾ അറിയണമല്ലോ നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിവിദഗ്ധമായി അവരെ കവർ ചെയ്ത് പോയിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊന്നും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തില്ല. നമ്മൾ വളരെ സ്പീഡ് കുറഞ്ഞു പോയിപ്പോൾ. പെട്രോൾ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കേണ്ട. എനിക്കൊന്ന് സൗത്ത് സിറ്റി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് കയറി നോക്കാം. നമ്മുടെ വലത് ഭാഗത്താണ് സൗത്ത് സിറ്റി വരുന്നത്. ഈ പാലം പഴയ ഒരു ബ്രിട്ടീഷുകാർ പണിഞ്ഞിട്ട പാലമാണ്. പക്ഷേ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെ ഇവിടെ ഒരു അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിലേ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൗത്ത് സിറ്റിയിലോട്ട് എൻ്റർ ആവാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. സർജിയുടെ തിങ്സും നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്രോൾ അടിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇവിടെയാണ് സർജിയുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. വളരെ നല്ലൊരു ഒതുങ്ങിയ സ്ഥലമാണ്. അതേപോലെ നല്ല സിറ്റി തന്നെയാണ്. എന്തുകൊണ്ട് നല്ലൊരു ലൊക്കേഷനാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും സൗത്ത് സിറ്റി ഒന്ന് നമുക്കൊന്ന് കറങ്ങി കാണാം ചെറുതായിട്ട്. ഇതാണ്ട് ഇവിടെയും നമ്മുടെ ഒരു ലോഡിങ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി വേറെ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ സിറ്റിയിൽ പോകേണ്ട ആവശ്യമില്ല. കാർഗോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ഇവിടെ വന്ന് എടുക്കാം. സമയം ഏതാണ്ട് വെളുപ്പാങ്കാലം 4 മണി ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ റെസ്റ്റിംഗ് ഏരിയ മുന്നിൽ കാണുന്നത്. നന്നായി തേഞ്ഞിരിക്കുകയാണ്. പെട്രോൾ പമ്പ് എന്തായാലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പെട്രോൾ പമ്പ് ഒരു ടെക്നിക്കൽ ബ്രേക്കാണ്. അപ്പം എന്തോ പണി നടക്കുന്നുണ്ട്. അത് കാരണം സൗത്ത് സിറ്റിയിലെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് തേഞ്ഞു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. 69 ലിറ്റർ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് വണ്ടി ഇനി മുന്നോട്ട് പോകും. വെളുപ്പങ്കാലമല്ലേ നമ്മൾ വന്നതിലേ ഉള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം ഇനി മുന്നോട്ടുള്ള യാത്ര ആരംഭിക്കാം. Как там впереди? Пробок нет?
എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി.